ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ല ഇനി കോളേജിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു ടോക്ക് ഉണ്ട്. സപ്പോസ് ഒരാൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ടിപ്പിക്കൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു ഡിഗ്രി എടുക്കാമെന്ന് വിചാരിക്കുക. ഡിഗ്രി എന്തായിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BSc മാത്സോ എന്ത് തേങ്ങ ആയിക്കോട്ടെ. ബട്ട് പൊതുവേ നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 3 വർഷത്തെ ഡിഗ്രി പഠിച്ചുകൊണ്ട് എന്താ കാര്യം? അല്ല 3 വർഷം പോയി കിട്ടും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോ ആണെങ്കിൽ 4 വർഷം പോയി കിട്ടും. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ജോലി കിട്ടൂല, ഒരു പ്ലേസ്മെൻറ്റ് സെല്ലില്ല. ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി ഒരു 1 ലക്ഷം കൊടുത്തിട്ട് വേറെ ഒരു 6 മാസത്തെ കോഴ്സിന് പോയി കഴിഞ്ഞാൽ ജോബ് കിട്ടുള്ളൂ. അതും കിട്ടുന്ന ഒരു നല്ല ജോബൊന്നുമല്ല. ഇങ്ങനത്തെ പൊതുവേയുള്ള കുറച്ച് ടോക്സ് നമ്മൾ കേൾക്കാറുണ്ട്. ഇത് പറയുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. ഇതൊരു 90% വരെ ഇത് സത്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ സാധനം മാറ്റാൻ പറ്റും. ഞാൻ എന്തുകൊണ്ട് ഈ സാധനം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ്. സോ ഒരു 3 വർഷം കോളേജിൽ പോയ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് റിയലൈസേഷൻസ് വന്നിരുന്നു. ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഡിഗ്രി കഴിഞ്ഞ പാടെ ഒരു ജോബിനെ കയറി, എല്ലാ സാധനവും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള, നിങ്ങൾ കോളേജിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നല്ലത് പറയുന്നത്. ബട്ട് ഇതിലുള്ള ആക്ച്വൽ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിൽ അവിടെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അത് ഓരോ കോളേജ് അനുസരിച്ചിട്ട് വേരി ചെയ്യും. ഇവിടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ പഠിച്ചത് മലപ്പുറം കൊണ്ടോട്ടി EMA കോളേജിലാണ്. സോ EMA കോളേജിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഉള്ള പോലെ NSS, NCC, ടിങ്കർ ഹബ്ബ്, SIP, ദെൻ IEDC അങ്ങനെ പറഞ്ഞിട്ട്. സോ ഞാൻ കോളേജിൽ ഭയങ്കര ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്ത്. ഞാൻ ജോയിൻ ചെയ്ത് ആദ്യത്തെ ക്ലാസ്സിന് പോകുന്ന ടൈമിൽ ജസ്റ്റ് ഒരു ഓരോ കമ്മ്യൂണിറ്റീസിലും ആൾക്കാരെ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ പുതിയ ഫ്രഷേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇതേപോലെ അതിലുള്ള സീനിയേഴ്സ് ഒരു ക്ലാസ് ക്യാമ്പയിൻ നടത്തും. ലൈക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഹയറിങ് നടക്കുന്നുണ്ട്. എല്ലായിടത്തുള്ള പോലെ NSSലൊക്കെ കുട്ടികളെ ഫസ്റ്റ് ഇയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന പോലത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ക്യാമ്പയിൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആയിരുന്നു അന്ന്. ബിക്കോസ് ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമുക്കൊരു തോട്ടുണ്ടല്ലോ, ഒരു കോളേജ് ഇങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. കാരണം ഞാൻ +1 +2 ടൈമിലൊക്കെ കുറേ ഇൻസ്റ്റാഗ്രാം തീം പേജൊക്കെ റൺ ചെയ്ത ടൈമിൽ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ അപ്പോൾ ഈ 2 സാധനം അങ്ങോട്ട് കണക്റ്റായി. അതായത് ഞാൻ ഈ കമ്മ്യൂണിറ്റീൻ്റെ പേര് കണക്ട് ചെയ്യുന്ന കേട്ടോ. അത് ഈ രണ്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ച അതേ സാധനം പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി. അപ്പോൾ എനിക്ക് ഇതിൽ എന്ത് കാട്ടിയിട്ട് വേണ്ടിയില്ല, എനിക്കിതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ ഞാൻ ഇതിൽ കുറേ റോൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം ഡിസൈനിങ് ആണ്. അപ്പോൾ എനിക്കൊരു തോട്ടുണ്ട്, ഞാൻ ഡിസൈനിങ്ങിൽ അടിപൊളിയാണ്, ബാക്കിയുള്ളവർക്കൊന്നും അധികം അറിയില്ല, നമ്മളാണ് ടോപ്പ് എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. ആൻഡ് ഓരോരോ ടാസ്ക് തന്നു, ഞാൻ ആ പോസ്റ്റ് ഡിസൈൻ ചെയ്തു. ആൻഡ് എനിക്കൊരു പിന്നെ കുറച്ച് വേറെയും കുറേ ഈ ടോക്ക് സെഷൻസും ഡിബേറ്റും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതും വലിയ കുഴപ്പമില്ലാതൊക്കെ, കാരണം ഇതിലെങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു എന്തോ ഒരു തോട്ടിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു പബ്ലിക്കലി പോയി സംസാരിക്കുന്ന ഒരാളങ്ങനൊന്നുമല്ല. എന്തോ ഒരു തരിപ്പിൻ്റെ പുറത്ത് ഞാനത് എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടി. ദെൻ എനിക്കൊരു മെയിൽ വന്നു, ഞങ്ങൾ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. എനിക്ക് ഫസ്റ്റായിട്ടൊരു ടാസ്ക് തരാണ്, ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. കാരണം ഈ കമ്മ്യൂണിറ്റീൻ്റെ കീഴിൽ കോളേജിൽ ഈ ലിങ്ക്ഡിൻ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക, ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് കണ്ടൻറ്റ് ചെയ്യുക, ലിങ്ക്ഡിനിൽ എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, റെസ്യൂം എങ്ങനെ ഉണ്ടാക്കുക, നോർമലി ഒരു കോളേജിൽ അങ്ങനെ ഇല്ലാത്ത ഒരു സംഭവമാണ്. അത് ഈ കമ്മ്യൂണിറ്റി കാരണം അവിടെ ആ ഒരു കൾച്ചർ ഉണ്ട് എന്നുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ കുറേ ഈവൻറ്റ്സ് ഇവർ കണ്ടക്ട് ചെയ്യലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു ഇവൻറ്റ്, ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടൊരു ഇവൻറ്റ് നടക്കുകയാണ്. അതിൻ്റെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എനിക്ക് ടാസ്ക് കിട്ടിയ പാടെ തന്നെ ഞാനൊരു സാധനം ചെയ്തു കൊടുത്തു, റിജക്റ്റഡ്. ഞാനൊരു 10-20 റിവിഷൻസ് ഇതിമേ ചെയ്തു. ബട്ട് എനിക്ക് ഇവരാരും ഈ സാധനം അപ്രൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിത് കുറച്ചൊരു ഇതായി, കാരണം ഡിസൈനേഴ്സിന് അറിയാം മൾട്ടിപ്പിൾ റിവിഷൻസ് കിട്ടുമ്പോൾ നമുക്ക് ഇതാവും, ഒരു ഇറിറ്റേറ്റിംഗ് ആവും. ബട്ട് സംഭവം ഒരു സാധനം ഞാൻ എന്തോ ഒരു ചേഞ്ച് വരുത്തിയപ്പം ഒരിക്കലും ഓക്കെ ആയി. ആ ടൈമിലാണ് മനസ്സിലാവുന്നത് നമ്മൾ പ്രത്യേകിച്ച്
ഒന്നുമല്ല, നമ്മൾ കുറേ നേരം പഠിക്കാണ്ട്. പിന്നെ അവിടെ എൻ്റെ 2 സീനിയേഴ്സിന് ഞാൻ ഓരോരുത്തർ കുറച്ചും കൂടി ഒന്ന് കമ്പനിയായി, കുറേ സാധനങ്ങൾ ഓരോരുത്തു നിന്ന് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ അതൊരു ഫ്ലോയിൽ നമ്മൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്ത്. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാലും ഈ സ്റ്റേജിൻ്റെ മുമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാരെ അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കേണ്ടി വരും. അത് കോമൺലി നിങ്ങൾക്ക് ഈ NSSലൊക്കെ ജോയിൻ ചെയ്തവർക്കറിയാം, ആ ഒരു സാധനം നിങ്ങൾക്കാണ്ട് ബ്രേക്കാവും ഈ കുറേ പബ്ലിക്കിന് മുമ്പിൽ വന്ന് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഇതേപോലെ ഏതൊക്കെ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ഞാൻ പല കാരണം പറഞ്ഞിട്ട് ഈ സാധനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാരണം ഇത് അറിയില്ല, ഇത് ഇത്രയും കോളേജിലൊരു സ്റ്റുഡൻസിന് മുമ്പിൽ വന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുക എന്നുള്ളൊരു സാധനം. പിന്നെ ഏതോ ഒരു സുപ്രഭാതത്തിൽ അത് സംഭവിച്ചെങ്കിൽ അങ്ങനെ ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഞാൻ ഏതോ ഒരു ഇവൻ്റ് ഇതേപോലെ ഞാൻ കണ്ടക്ട് ചെയ്ത് പിന്നെ അങ്ങനെ പല സാധനം ഡിസ്കവർ ചെയ്ത് കുറേ സംഭവം കോളേജിൽ പിന്നെയും കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആ ടൈമിൽ ഞാൻ ഈ IEDC എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ഉണ്ടാവും. ഇപ്പോൾ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ വരുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. സോ IEDCയിൽ കയറിയിട്ട് അവിടെ കുറേ എല്ലായിടത്തും തന്നെ ഒരു മാർക്കറ്റിംഗ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഈ ഡിസൈൻ പരിപാടിയാണ്. ആൾക്കാരെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു സാധനം ആണ് മാറി. അത് എങ്ങനെ മാറി, അതൊരു പിന്നെ നമുക്കൊരു ഇതില്ല, ആൾക്കാർ മുമ്പിൽ വന്നിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ സംസാരിക്കുക എന്നുള്ളൊരു സാധനത്തിലെത്തി. അതാണ് ഈ കമ്മ്യൂണിറ്റി കൊണ്ട് എനിക്കുണ്ടായ ആകപ്പാടെന്നല്ല ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കോളേജിൽ ചെല്ലുന്ന ടൈമിൽ ഇതേപോലത്തെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ കയറി ജോയിൻ ചെയ്യുക. മോസ്റ്റ്ലി എല്ലാവരും NSSൽ ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ NSSന് ലിമിറ്റേഷൻ ഉണ്ട്, ഇത്ര ആൾക്കാരെ മാത്രമേ അതിൽ സെലക്ട് ചെയ്യുള്ളൂ. ദെൻ ഈ NSS മാത്രമല്ല കമ്മ്യൂണിറ്റി, അല്ലാതെയും കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. സോ അതിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ വാല്യൂസ് വെച്ച് അലൈൻ ചെയ്യുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അത് ചിലപ്പോൾ അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു ഇടങ്ങാറ് പിടിച്ച പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഗോ ഫോർ ഇറ്റ്, എന്ത് കട്ടിയിട്ടാണെങ്കിലും അതിൽ ജോയിൻ ചെയ്യുക. സോ നിങ്ങളുടെ കുറേ സംഭവങ്ങളൊക്കെ മാറും, സോഫ്റ്റ് സ്കിൽസൊക്കെ കുറേ ഇമ്പ്രൂവ് ആവും. സോ ഫസ്റ്റ് ടിപ്പായിട്ട് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ദെൻ അവിടെ നിങ്ങൾ സോഫ്റ്റ് സ്കില്ല് മെച്ചപ്പെടുത്തുക. ദെൻ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലുമായിട്ടൊരു സ്കില്ല് പഠിക്കാനായിട്ട് നോക്കുക. ഒരു റാൻഡം സ്കില്ലായിട്ട് അങ്ങനെ പഠിക്കാനല്ല, ഈ സാധനം നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ കേസിൽ ഇത് ഡിസൈനിങ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം കുറേ സ്കില്ല് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ടൈമിൽ നമ്മൾ കോളേജിലൊരു ഹാക്കത്തോൺ ഉണ്ട്, അതൊരു 1 month നീണ്ടു നിൽക്കുന്നൊരു ഹാക്കത്തോണാണ്. അപ്പം അതുവരെ കോഡിങ് എന്താ ഒരു തേങ്ങ അറിയാത്ത ഞാൻ ഇതേപോലെ അഗെയിൻ കമ്മിറ്റ് ചെയ്തു. ഈ ഹാരിസ് ആൻഡ് കോ അക്കാഡമീൻ്റെ ഒരു co-founder ഉണ്ട്, റിസ്വാൻ റംസാൻ, അത് എൻ്റെ അതേ പേരിനാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു കോട്ടുണ്ട്, ജംപ് ഫസ്റ്റ് തിങ്ക് സെക്കൻഡ് എന്നുള്ളത്. ഇതേ കൺസെപ്റ്റ് ചെയ്യുന്നു ഞാൻ. ഞാൻ മൂപ്പര ഈ കോട്ട് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ ഇങ്ങനെയും ഞാൻ എല്ലാത്തിലും പോയി കമ്മിറ്റ് ചെയ്യും. ഞാനെന്ത് ചെയ്ത് ഇത് യൂട്യൂബ് നോക്കിയിട്ട്, ആ ടൈമിൽ AI അത്ര ഒരു ഭൂമിയിലല്ല, AI വെച്ചിട്ട് ആരും കോഡ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് യൂട്യൂബിൽ അതൊക്കെ ട്യൂട്ടോറിയൽ കണ്ട് ഒരു കോളേജിൻ്റെ ഈ റിസോഴ്സ് പൂൾ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. കോളേജിലെ സ്റ്റുഡൻസിന് ഈ സ്റ്റഡി മെറ്റീരിയൽസും സിലബസും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു വെബ്സൈറ്റ്. ഞാൻ ഫ്രം സ്ക്രാച്ച് ഈ സാധനം ബിൽഡ് ചെയ്തു. ആൻഡ് കുറച്ച് എറേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ ഇതേപോലെ നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്, അവരെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിൻ്റെ ഈ ടാസ്കിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ കുറേ സ്കിൽസ് പഠിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തും, ഡിസൈനിങ് ഒക്കെ തന്നെ എത്തും. സോ ഞാൻ വിചാരിച്ചു ഇനി കുറേ റാൻഡംലി എക്സ്പ്ലോർ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യണ്ട, ഈ സാധനത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ആൻഡ് ഞാൻ ഇതിന് മുന്നേ, കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 8ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണ്. അപ്പോൾ ആ ടൈം മുതൽ എനിക്ക് ഞാൻ തംബ്നെയിൽ ഡിസൈൻ ചെയ്യലുണ്ട്. പിന്നെ കുറച്ച് കാലം ഫ്രീ ഫയർ ഒക്കെ കളിച്ചു നടന്ന ടൈമിൽ അതിൻ്റെ കുറേ മാസ്കോട്ട് ലോഗോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വരച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇതിൻ്റെ പേര് അങ്ങനെ ഡിസൈനിങ് ആണെന്നൊന്നും അറിയില്ല. നമ്മളിത് പിക്സൽ ആപ്പ്, മറ്റേ ഫോട്ടോഷോപ്പിൻ്റെ PSCC എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, അന്ന് ഉപയോഗിച്ചവർക്കൊക്കെ അറിയാം. അതൊക്കെ ഉപയോഗിച്ച് കുറേ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യുക, കുറേ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുക, ബാനേഴ്സ് ക്രിയേറ്റ് ചെയ്ത്, ഇതൊക്കെ ആയിരുന്നു അന്നത്തെ പരിപാടി. ഒരു 10ാം ക്ലാസ്സിലായി കൊറോണ ബ്രേക്ക് വന്നപ്പോൾ ആണ് എന്തെങ്കിലും സോർട്ട് ഓഫ് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ ആൻഡ്രോയിഡിൻ്റെ ഒക്കെ പോലത്തെ ആൻഡ്രോയിഡിൻ്റെ കണ്ടൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തീം പേജസൊക്കെ ഞാൻ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ബാക്കിയുള്ളവർക്ക് ഇതെങ്ങനെ റൺ ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പൈസ ഉണ്ടാക്കിയിരുന്നു.
അപ്പോൾ ആ ടൈം മുതലേ അറിയാം നമുക്ക് എന്തെങ്കിലും ഈ സ്കില്ലുണ്ടെങ്കിൽ ഇത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. +1 +2 ടൈമൊക്കെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് പഠിച്ചു. ആൻഡ് എനിക്ക് അന്ന് ഞാനൊരു ഏതോ ഒരു കോഴിക്കോടുള്ളൊരു ചങ്ങാതിൻ്റെ ഒരു മെൻറ്റർഷിപ്പ് എടുത്തിരുന്നു. ആ ചങ്ങാതി ഞാൻ പിന്നെ പല രീതിക്ക് കോൺടാക്റ്റ് ആയി നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. ഇപ്പോൾ ഒരു ഐഡിയ എന്താണെന്നും ഒക്കെ ഞാൻ മറന്ന്. പക്ഷെ ആ ചങ്ങാതിയാണ് എനിക്ക് ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചത്. അതുവരെ ഞാൻ ക്യാൻവയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. പക്ഷെ ഇയാൾ ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അത് മനസ്സിലായത് ഫോട്ടോഷോപ്പ് ഇത്ര സുഖമാണല്ലോ എന്നുള്ളത്. അത് അന്ന് ഞാൻ തുടങ്ങിയത് ഫോട്ടോപി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ചെയ്യുന്നു. കാരണം എൻ്റെ ലാപ്പിൽ ഇത് റണ്ണാവില്ല. തന്നെ ഞാൻ ഫോട്ടോഷോപ്പ് പഠിച്ചു. പിന്നെ ഞാൻ എന്താ പറയുക, ഈ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വിൻഡോസിൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ റാം അപ്ഗ്രേഡ് ചെയ്തു. അതിൽ ഹാർഡ് ഡിസ്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു SSD ഇൻസ്റ്റാൾ ചെയ്തിട്ട് സോഫ്റ്റ്വെയർസൊക്കെ അയക്ക് മാറ്റി. അങ്ങനെ ലാപ്പ് കുറച്ചും കൂടി സ്മൂത്തായി. പിന്നെ ഈ സ്കില്ല് കുറച്ചും കൂടി ബെറ്ററായി. പിന്നെ ഈ ഡിഗ്രിക്ക് ചേർന്ന ഒരു ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിറ്റി കയറി കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. പലവരെ പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ കിട്ടി, ഫ്രീലാൻസ് വർക്കുകൾ കിട്ടി. ദെൻ അങ്ങനെയൊക്കെ ഈ സ്കില്ലിങ്ങനെ ബെറ്ററായി ഇങ്ങനെ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും സ്കില്ല് ചൂസ് ചെയ്യുക, അത് പഠിക്കുക. നിങ്ങൾ ഓൾറെഡി ഉള്ള സ്കില്ലാണെങ്കിൽ അത് അപ്സ്കിൽ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവും, വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരുണ്ടാവും, പല സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും, അവരൊക്കെ എയിം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോളേജ് പഠിക്കുന്ന ടൈമിൽ ഐഫോൺ വെച്ചിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെഡ്ഡിങ് ഇവൻറ്റ്സൊക്കെ എടുത്തവർ കോളേജ് കഴിഞ്ഞ പാടെ ലൈക്ക് വലിയ വലിയ ഇവൻറ്റ്സിൻ്റെ ആക്ച്വൽ ഒരു ക്യാമറ ഒക്കെ വാങ്ങി വലിയ വലിയ ഇവൻറ്റ്സൊക്കെ കവർ ചെയ്യുന്ന രീതിക്ക് ലെവലിലെത്തി. സോ ഞാൻ എപ്പോഴും പറയുന്ന സാധനമുണ്ട്, കോളേജ് ഈസ് ദ ചീപ്പസ്റ്റ് പ്ലേസ് ടു ഫെയിൽ എന്നുള്ളത്. അതിന് ശേഷമുള്ള നിങ്ങളെ ഫെയിലിയേഴ്സൊക്കെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവുന്ന പറയല്ലേ. അതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് EMI ഉണ്ടാവും, റെൻറ്റ് കൊടുക്കാണ്ടാവും, അങ്ങനത്തെ കുറേ വള്ളികൾ വരും. പക്ഷെ കോളേജിൽ ഇങ്ങനത്തെ യാതൊരു ബാധ്യതയും പൊതുവെ ആർക്കും ഉണ്ടാവില്ല, കുറച്ചും കൂടി ഫ്രീ ആണ്. അപ്പോൾ ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും സ്കില്ല് പഠിച്ചാൽ നിങ്ങൾ മറ്റേ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യേണ്ട അങ്ങനെയൊന്നുമല്ല. ഞാനൊക്കെ ഫുൾ ടൈം കറങ്ങി ഇറക്കിയായിരുന്നു. ഒരു 6 മാസം ഉണ്ടെങ്കിൽ അതിൽ 2 മാസം ഞാൻ ലീവ് ചെയ്യിക്കാറ്, എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് ഞാൻ പുറത്തേക്കാനും. സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്കില്ല് പഠിക്കാൻ നോക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. പഠിക്കുന്ന കൂട്ടത്തിൽ ഇത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാവണം. ദെൻ മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെക്കുറിച്ച് ഇടയ്ക്കൊന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഒരു ലാപ്ടോപ്പ് എടുക്കാനായിട്ട് നോക്കുക. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധനം ഉപയോഗപ്പെടും. അത് നിങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടും. കാരണം ലാപ്ടോപ്പ് നമ്മളിങ്ങനെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ കൊല്ലത്തിൽ 2 കൊല്ലത്തിലൊന്നും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ എടുക്കുന്ന ടൈമിലൊരു നല്ല ലാപ്ടോപ്പ് എടുക്കുക. ഇനി നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് ബെസ്റ്റ് ഒരു സാധനം എടുക്കുക. അത് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അത് മേ ബി ഏതെങ്കിലും ഇവൻറ്റ്സിന് ഇതേപോലെ നിങ്ങൾക്ക് പുതിയ സ്കില്ല് പഠിക്കാൻ പറ്റും. മൊബൈലിൽ നിങ്ങൾ എന്തെങ്കിലും സാധനം പഠിക്കുന്നതിന് നിങ്ങൾക്കൊരു സം സോർട്ട് ഓഫ് ലിമിറ്റേഷൻ ഉണ്ട്, എത്ര പറഞ്ഞു കഴിഞ്ഞാലും. അപ്പം ഇത് എല്ലാവരും ലാപ്ടോപ്പ് എടുക്കണമെന്നല്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കില്ല് ഒരു വീഡിയോഗ്രാഫിയിലാണെങ്കിൽ ഒരു നല്ല ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ കയ്യിൽ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ഫോണുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ലാപ്ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുന്ന ടൈമിൽ നിങ്ങളൊരു വർക്ക് ഫ്ലോ സ്മൂത്തായി കഴിഞ്ഞാൽ, നല്ല സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മൂന്നാമത്തെ കാര്യം. അത് ടൂൾസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാനായിട്ടുള്ള രീതിക്ക് അല്ലെങ്കിൽ നിങ്ങളെ വർക്ക് ഫ്ലോ സ്മൂത്ത് ആക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് സാധനം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ പൈസ സ്പെൻഡ് ചെയ്യുക, നോ വറീസ്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിൽ ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. ആർട്ട് ഫെസ്റ്റ് ഉണ്ടാവും, സ്പോർട്സ് ഉണ്ടാവും, അതല്ലാതെ കുറേ ഇവൻറ്റ്സ് വരാനുണ്ട്, കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഇൻ്റർ കോളേജ് ലെവലിൽ കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ഹാക്കത്തോൺസ് ഉണ്ടാവും, അങ്ങനെ പല പരിപാടികളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇതിനൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആർട്ട് ഫെസ്റ്റ് സ്പോർട്സിൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതില്ല. ഞാൻ സ്പോർട്സിനൊന്നും അല്ലാതെ പോകുന്ന ആളൊന്നുമല്ല. പക്ഷെ ആർട്ട് ഫെസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ റാൻഡംലി പോയിട്ട് അറ്റൻഡ് ചെയ്യും. എന്തെങ്കിലും റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോയി എഴുതി വെക്കും. നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല, പക്ഷെ
അങ്ങോട്ട് പോയി അറ്റൻഡ് ചെയ്യുക. അങ്ങനെ കോളേജിൽ നിങ്ങൾക്ക് ഇതേപോലെ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അത് ചിലപ്പോൾ ഇതേപോലെ ഇതിൻ്റെ കോഡ് സ്കിൽ സെറ്റ് എന്ന് ഞാൻ പറഞ്ഞ പോലെ ഡിസൈനിങ്ങിൻ്റെ പോസ്റ്റ് ഡിസൈൻ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റുള്ള സാധനമാണ് ക്വിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ കൂടെ പഠിച്ചവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഇതിലോട്ട് ഈ ക്വിസിന് പോകാനായിട്ട് ടൈം മാറ്റി വെച്ചിരിക്കണമെന്നല്ല. ഞാൻ കുറേ ക്ലാസ് കട്ട് ചെയ്തിട്ട് പല കോളേജിലും ക്വിസിന് പോയിട്ടുണ്ട്. എൻ്റെ കൂടെ തൻവീർ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരലുണ്ട്. സോ ഞാനും ഇവനും കൂടി ഫസ്റ്റ് ഇയർ ഞങ്ങളുടെ ക്ലാസ് അഡ്വൈസർ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങളുടെ മുക്കത്തുള്ളൊരു കോളേജിലേക്ക് പോയി തുടങ്ങിയതാണ് ഈ ഇൻ്റർ കോളേജ് ലെവൽ ക്വിസിന്. അതൊരു മാത്സ് ക്വിസിന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ടിപ്പിക്കൽ ഒരു മറ്റേ ഈ ഗണിത കളിക്കൊക്കെ ചോദിക്കുന്ന ടൈപ്പ് മാത്സിൻ്റെ ക്വിസാണ്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ ഗൂഗിളിൽ നിന്നൊക്കെ നോക്കി ബാക്കി ആർക്കൊന്നും കിട്ടൂല, നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യൊക്കെ എന്ന് വിചാരിച്ച് പോയതിന് അവിടെ എത്തിയപ്പോഴാണ് ഒരു ക്വിസിൻ്റെ ഒക്കെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ ഫ്രം ദർ എനിക്ക് ഈ സാധനത്തിനോട് ഭയങ്കര ക്രൈസായി. പിന്നെ ഈ പറഞ്ഞ തൻവീർ പറഞ്ഞവന് എവിടെ വിളിച്ചു കഴിഞ്ഞാലും ഒബ്വിയസ്ലി ഇപ്പം ഉണ്ടാവലുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഞാൻ കുറേ ക്വിസ് കോമ്പറ്റീഷൻസ് പറ്റാവുന്ന അത്ര അറ്റൻഡ് ചെയ്തു. ഇതൊക്കെ മറ്റേ അറിയില്ലേ, മൊത്തത്തിൽ നഷ്ടമാണ്. മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി മുള കിട്ടിയില്ല, ചിലവ് 5000. ഇതന്നെയാണ് അവസ്ഥ. തൃശ്ശൂർ പോകുന്നു, എറണാകുളത്ത് പോകുന്നു, മറ്റേ കോട്ടയത്ത് പോകുന്നു, എവിടൊക്കെ പോയി ഏതൊക്കെ ക്വിസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ കോളേജിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അറിയാം നമ്മൾ ഇതേപോലെ ക്വിസിനൊക്കെ പോകുന്ന ആൾക്കാരാണെന്നല്ല. അപ്പോൾ ഏതെങ്കിലും ക്വിസൊക്കെ പുറത്തെ കോളേജിലൊക്കെ വരികയാണെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങോട്ട് വന്ന് ചോദിക്കും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന്. ഒബ്വിയസ്ലി നമുക്ക് താല്പര്യമുണ്ട്. സോ ഫ്രം ഞാൻ ഐ തിങ്ക് ഇങ്ങനെ പല കോളേജിൽ ഇവൻറ്റ്സിന് പോകുന്നു, ഹാക്കത്തോൺസിന് പോകുന്നു, അത് ഐഡിയ പിച്ചിങ് കോമ്പറ്റീഷൻസ് പോകുന്നു. ഏതൊക്കെ നമുക്ക് കോമ്പറ്റീഷൻസ് ഏതാണെന്നൊന്നും അറിയില്ല, ഒക്കെ പോയിട്ടാണ്ട് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ലൈക്ക് ഫസ്റ്റ് പോകുമ്പോൾ ഉള്ളൊരു ഇനീഷ്യൽ ഇതുണ്ടാവും, എന്താണ് പരിപാടി എന്നറിയില്ല. ബട്ട് ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് ആ സാധനം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അങ്ങനെ പോയി ഒരു 2 വർഷം മൊത്തത്തിൽ നഷ്ടമായിരുന്നു. എല്ലാ സ്ഥലത്തേക്കും പോവും, ഇതേപോലെ യാത്രാ ചിലവ്, ഫുഡ്, മൊത്തത്തിൽ നഷ്ടം. രജിസ്ട്രേഷൻ ഫീയും പോവും, പ്രൈസൊന്നും കിട്ടൂല. ചിലപ്പോൾ മറ്റേ ഫൈനൽ റൗണ്ട് വരെ എത്തിയിട്ട് അവിടുന്ന് പൊട്ടും. കോളേജ് ചോദിച്ചു കഴിഞ്ഞാൽ കോളേജ് ഈ ഫണ്ടൊക്കെ തരും, പക്ഷെ നമുക്കൊരു മടിയാണ്. കാരണം അതിന് മാത്രമേ ഇവൻസിന് പോയിക്കണേ. അപ്പോൾ എല്ലായിടത്തേക്കും ഇതേപോലെ യാത്രാ ചിലവ് ചോദിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ അതിലൊരു കഥയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ അടുത്തുള്ളൊരു കോളേജിലൊരു ടെക് ഫെസ്റ്റ് എല്ലാ വർഷവും നടക്കലുണ്ട്. അവിടെ പോയിട്ട് ഒരു പോസ്റ്റ് ഡിസൈൻ കോമ്പറ്റീഷനിൽ ഞാൻ സെക്കൻഡ് അടിച്ചു. ദെൻ നമുക്കൊരു പിന്നീട് കോൺഫിഡൻസ് കിട്ടും, ലൈക്ക് സംഭവം വർക്കാവും, നമ്മൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ദെൻ ആഫ്റ്റർ ദാറ്റ് അതേ വർഷം തന്നെ സെക്കൻഡ് ഇയറിൽ എനിക്ക് വേറൊരു ക്വിസ് കോമ്പറ്റീഷനിലും അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിൽ സെക്കൻഡ് കിട്ടി. ദെൻ അപ്പോൾ തന്നെ ഏകദേശം 2 വർഷം കഴിഞ്ഞിന്. കാരണം ടൈം ഇതാറിഞ്ഞിട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കോളേജ് പഠിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ആളാണെങ്കിലും പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഒരു തേർഡ് ഇയറൊക്കെ ആയ ടൈമിൽ ഞാൻ നേരത്തെ ഇവൻറ്റ്സിന് പോയി. കാരണം ഞാൻ തേർഡ് ഇയറിൻ്റെ ഒരു ഫസ്റ്റ് 2 മാസം ഒരു മാഗസിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലാസ് ഇട്ട് ചെയ്ത് നടന്നു. പിന്നെ അടുത്ത സെമ്മിൻ്റെ 6th സെമ്മിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറേ ഞാൻ ഈ കലോത്സവത്തിന് ഒരു ആർട്ട് ഫെസ്റ്റിന് ഒരു കലോത്സവത്തിന് ഒരു ഐറ്റത്തിന് കൂടിയിട്ട് അങ്ങനെ എൻ്റെ കുറേ ടൈം പോയി. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറൽ കുറവാണ്, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇവൻറ്റ്സ് വരുമ്പോൾ ഞാൻ എങ്ങനെയായാലും അവിടെ എത്തും. ആൻഡ് ഓൾമോസ്റ്റ് പോയ എല്ലാ ഇവൻറ്റ്സിലും ഫസ്റ്റ് സെക്കൻഡൊക്കെ ആയിട്ട് നമുക്ക് പ്രൈസ് കിട്ടി. ആൻഡ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൈസ നമ്മളങ്ങനെ ഏൺ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞത് കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതേപോലെ കോമ്പറ്റീഷൻസിൽ വിൻ ചെയ്യാൻ പറ്റും, കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, വലിയ ഇവൻറ്റ്സ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയായാലും നിങ്ങളെ കോളേജിലുണ്ടാവും. നിങ്ങളെ കോളേജിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കോളേജിൽ ഇതേപോലെ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ പോവുക. ഒബ്വിയസ്ലി നിങ്ങളെ സാധനം റിഗ്രറ്റ് ചെയ്യൂല. ഞാൻ തേർഡ് ഇയർ ആയപ്പോഴാണ് കുറേയൊക്കെ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്, ഫസ്റ്റ് ഇയറിനെ പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു സാധനം. സോ നിങ്ങളത് ഉണ്ടാക്കി വെക്കരുത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇതേ ക്രൈസ് എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് നിങ്ങൾ ഏതെങ്കിലും രീതിക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ഫങ്ഷണൽ വിത്ത് ഇംഗ്ലീഷ് നോട്ട് ഫ്ലുവൻറ്റ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. സോ ഒബ്വിയസ്ലി എനിക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതർവൈസ് എനിക്ക് കന്നഡ അറിയില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ സാധനം നമ്മളൊന്ന് റെഡി ആക്കിയെടുക്കണം. ഇത് ഞാൻ ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഭയങ്കര ഫ്ലുവൻ്റായിട്ട് പറയണമെന്നൊന്നുമില്ല, എനിക്കും അങ്ങനെ പറയാൻ അറിയില്ല. പക്ഷേ
നിങ്ങൾ സംസാരിക്കുന്ന സാധനം ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണം, ഓര് പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവണം, നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയണം. ഇങ്ങനത്തെ ഒരു ബേസ് ലെവലിൽ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഒരു കോളേജ് ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മേ ബി ഇംഗ്ലീഷിലുള്ള കോണ്ടൻസ് നിങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും. എല്ലാവർക്കും മേ ബി എഴുതാൻ അറിയായിരിക്കും, ബാക്കിയുള്ളവർ പറയുന്നത് മനസ്സിലാവുണ്ടാവും, പക്ഷേ നമുക്ക് സംസാരിക്കാനായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ സാധനം മാറൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറഞ്ഞ പോലെ നിങ്ങൾ പർപ്പസ്ഫുള്ളി നിങ്ങളെ ഫോഴ്സ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ വരണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പുറത്തൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഡ് ആവും ഇംഗ്ലീഷ് സംസാരിക്കാൻ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ആ സാധനം സംസാരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പർപ്പസ്ഫുള്ളി നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഈ സാധനം പഠിക്കാനായിട്ട് നോക്കുക. ഒബ്വിയസ്ലി അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഞാൻ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക്ഡിനിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു 6 മാസത്തെ കോഴ്സിനൊക്കെ പോകുന്ന ടൈമിൽ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കുറേ റാൻഡം GPT ജനറേറ്റഡ് കണ്ടൻറ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. ഞാൻ ഇന്ന് അത് ചെയ്തു, അത് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കാണാം. പക്ഷെ എനിക്ക് ഈ കമ്മ്യൂണിറ്റി കാരണം ഉണ്ടായൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഇയർ മുതലേ ലിങ്ക്ഡിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം എന്ത് കണ്ടൻറ്റ് അതിൽ പോസ്റ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ബാക്കിയുള്ളവർക്കും പഠിപ്പിച്ചു കൊടുത്തിരുന്നു എങ്ങനെയാണ് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിൽ കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഡിഗ്രിക്ക് കയറാൻ പോകുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സാധനം പോയി ഉണ്ടാക്കുക. മലയാളത്തിൽ ഐ തിങ്ക് അശ്വതി വിശ്വസ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിയേറ്റർ ഉണ്ട്. സോ ഓരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് അതിൽ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റുഡൻ്റ് ആയിക്കാരം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു സ്കില്ലൊന്നും പറയാനായിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡെയിലി ലൈഫിൽ പുതിയൊരു സാധനം പഠിക്കാൻ നോക്കുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ പോസ്റ്റ് അത്ര അടിപൊളിയാവണമെന്നില്ല, നിങ്ങൾ ഈ സാധനം തുടങ്ങുക. നമ്മൾ പറയില്ല, ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ലിങ്ക്ഡിനിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ നോക്കുക. ദെൻ നിങ്ങളെ ഈ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈല് മാറ്റുക. നിങ്ങൾ ബാക്കിയുള്ളവരെ നല്ല ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്ത് വെക്കുക. ഓരെങ്ങനെയാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓരോ പോസ്റ്റ് എങ്ങനെയാണ് റീച്ച് കിട്ടുന്നത്, അതിൻ്റെ ബാക്കിൽ സൈക്കോളജി എന്താ അതൊക്കെ പഠിച്ചിട്ട് അത് നിങ്ങളെ കണ്ടൻറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. ദെൻ നിങ്ങൾ റാൻഡംലി പോസ്റ്റ് ചെയ്തത് മാറ്റിയിട്ട് നിങ്ങളെ സ്കില്ല് മാർക്കറ്റ് ചെയ്യുന്ന രീതിക്ക് നിങ്ങളെ കണ്ടൻറ്റുകൾ മാറ്റാനായിട്ട് നോക്കുക. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ലിങ്ക്ഡിൻ ത്രൂ. കാരണം ആൾക്കാർ നമ്മൾ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ നമ്മൾ അമ്മമാരാണ് ഓഡിയൻസ് എന്നൊക്കെ പറയും. അതേപോലെ ലിങ്ക്ഡിനിലൊരു വേറെ ഓഡിയൻസാണ്, ഇൻസ്റ്റഗ്രാമിലും വേറെ ഓഡിയൻസാണ്. എല്ലാവരുടെ പർപ്പസും വേറെയാണ്. കാരണം ലിങ്ക്ഡിനിൽ ആരും അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാനായിട്ട് ആരും വരില്ല. മോസ്റ്റ്ലി ഒന്നെങ്കിൽ എന്തെങ്കിലും സോർട്ട് ഓഫ് ജോബിന് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഏരിയക്കാരം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം വരുന്ന പോലെ കാരം. ഇൻസ്റ്റഗ്രാമിൽ മോസ്റ്റ്ലി നമ്മളെല്ലാവരും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് ആസ് എ കൺസ്യൂമേഴ്സ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ തന്നു. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഒരു കമ്പനിയിൽ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സൈലം പോലെയൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് സ്റ്റാർട്ടപ്പ്, ഒരു +1 +2 SLC ട്യൂഷനൊക്കെ ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയിൽ. അത് എനിക്ക് പേഴ്സണലി പരിചയമുള്ള ടീച്ചേഴ്സ് റൺ ചെയ്യുന്നതായിരുന്നു. ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു. കോളേജ് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞാനവിടെ ഇതേപോലെ വർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങൾക്കും ഇതേപോലെ കൈൻഡ് ഓഫ് സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ ഇൻറ്റേൺഷിപ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ പറ്റാവുന്നതിനൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ അറൗണ്ട് ഒരു 6 മന്തോളം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ദെൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ, അല്ലെങ്കിൽ ഞാൻ തേർഡ് ഇയറിൽ മോസ്റ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൻറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ആ ടൈമിൽ തന്നെ കുറേ ജോബ് ഓഫേഴ്സ് വന്നിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ ഈ എക്സാം കഴിഞ്ഞിട്ട് ഈ ആർട്ട് ഫെസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നടന്നത്. അപ്പോൾ അതുവരെ ആർട്ട് ഫെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. ആ ടൈമിൽ ഞാൻ അതേപോലെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാനൊരു ബാംഗ്ലൂരിലൊരു കൈൻഡ് ഓഫ് ഒരു ഏജൻസിയിൽ ഒരു അപ്ലൈ ചെയ്തിട്ടു. ബാംഗ്ലൂരാണല്ലോ, നമുക്ക് പൊതുവെ ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ത്വര ഉണ്ടാവും. ദെൻ
എനിക്ക് നാട്ടിൽ കിട്ടീനെക്കാട്ടും ഒരു നല്ല ബെറ്റർ ഓഫർ ഇവിടുന്ന് വന്നു. ഞാൻ നേരെ ഇവിടെ ജോയിൻ ചെയ്തു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവരും നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പിന്നെയും വേറൊരു കോഴ്സിന് പോകുന്നതായിട്ടൊരു സാധനം കണ്ടു. ഇത് മോശമാണെന്നൊന്നല്ല, ബട്ട് നിങ്ങൾക്ക് ഈ സാധനം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നിങ്ങൾ കോളേജ് ടൈം 3 വർഷം പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഒരു കോഴ്സിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് വരുന്ന കോഴ്സിന് പോകേണ്ട മോശമായിട്ടൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലേൺ ചെയ്യാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ പോകുമ്പോൾ നല്ല അക്കാഡമീസിൽ പോകാനായിട്ട് നോക്കുക. കാരണം കുറേ ആൾക്കാർ വെറും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു പർപ്പസിന് മാത്രമായിട്ട് അക്കാഡമി നടത്തുന്നവരുണ്ട്. ഈ നല്ല അക്കാഡമീസ് അല്ലെങ്കിൽ ഇൻ കേസ് ഈവൻ അവർ നല്ല ഫീസ് വാങ്ങിക്കഴിഞ്ഞാലും സ്റ്റുഡൻസിന് നല്ലൊരു ഔട്ട് കൊടുക്കുന്ന അക്കാഡമീസ് കുറവാണ്, ഇല്ല എന്നല്ല, കുറവാണ്. സോ നിങ്ങൾക്ക് അത് നിങ്ങളെ സ്വന്തം ഒരു റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് എനിക്ക് മൊത്തത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കോളേജ് ലൈഫ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് ജോബ് എന്നുള്ള പർപ്പസിൽ മാത്രമായിട്ട് ഞാൻ പറയില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്രീലാൻസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണോ, യു ക്യാൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ബിൽഡ് ചെയ്യണം, ഏജൻസി ബിൽഡ് ചെയ്യണം, ഡെഫിനറ്റ്ലി യു ക്യാൻ. സോ ഇതൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞത്. എഗെയിൻ പറയുന്നു, കോളേജ് ഈസ് ദ ചീപ്പസ്റ്റ് പ്ലേസ് ടു ഫെയിൽ. സോ യൂസ് ഇറ്റ് വൈസ്ലി. സോ ഇത്രയുള്ളൂ. വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്, ടൈം എടുത്ത് കണ്ടാൽ മതി. സോ ഇതേപോലത്തെ കണ്ടൻസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.